ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഓപ്പോ F11 കുറിച്ചുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഓപ്പോ F11 ലോഞ്ചിന് നമ്മളൊരു ചെറിയൊരു വീഡിയോ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സ്പെക്കൊക്കെ എന്നുള്ള ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. പക്ഷേ ഇന്നത്തെ വീഡിയോ ഓപ്പോ F11 നമുക്കിത് യൂസ്ഫുൾ ആണോ, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചത് ഓക്സിജൻ എന്ന ഒരു മൊബൈൽ ഷോപ്പാണ്. എറണാകുളത്ത് തന്നെ 5ഓളം സ്ഥാപനങ്ങളുണ്ട് ഓക്സിജന്. കേരളത്തിൻ്റെ പല ജില്ലകളിലും ഓക്സിജൻ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു പക്ഷേ ഒരു മൊബൈൽ ഫോണോ ഒരു ടി വിയോ അല്ലെങ്കിൽ എന്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളും വാങ്ങിക്കണമെന്ന് ഓക്സിജനെ സമീപിക്കാവുന്നതാണ്. EMI സർവീസ് അവൈലബിൾ ആണ്. ഓക്സിജൻ കെയർ എന്ന ഒരു സ്ഥാപനമുണ്ട്. അതിലൂടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അറിയാലോ, മെയിനായിട്ട് വേണ്ടത് സർവീസാണ്. സർവീസിന് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്കെന്തായാലും ഓപ്പോ F11 കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു കളറിനെ കുറിച്ചാണ്. നോക്കിയേ, അന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ഒരു കളറായിരുന്നു. എന്താ പറയുക, ഒരു ബ്ലാക്കും അല്ലെങ്കിൽ ഒരു പിങ്ക് കോഡ് കൂടിയൊരു കളറായിരുന്നു. പക്ഷേ ഇന്ന് കിട്ടിയേക്കുന്നത് വേറെ ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ കളറാണ്. ഡിസൈൻ വൈസും ഇതിൻ്റെ ലുക്ക് വൈസും ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഒരു കളറാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കിൽ തന്നെ കാണാൻ സാധിക്കും ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്കിലാണ്. ട്രിപ്പിൾ ക്യാമറകളുണ്ട്. താഴെ വന്നു കഴിഞ്ഞാൽ ഓപ്പോ എന്ന് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ കർവ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ബെവലോട് കൂടിയിട്ടുള്ളതാണ്. ഡിസൈൻ വൈസ് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോളിയം കൺട്രോൾ ബട്ടൺ കാണാൻ സാധിക്കും. ദെൻ താഴെ വന്നു കഴിഞ്ഞാൽ ചാർജിങ് പോർഷൻ, ദെൻ നമുക്ക് ഒരു ഹെഡ്ഫോൺ ജാക്കാനുള്ള ചാർജിങ് പോർഷനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫാസ്റ്റാണ് കേട്ടോ ചാർജിങ്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. വൂക്ക് ചാർജിങ് 3 ടെക്നോളജിയാണ്. എന്താ പറയുക, 5 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സ്പീക്കർ പോർഷനാണ് ഈ കാണുന്നത്. ദെൻ മറ്റൊരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൈഡിൽ തന്നെ പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ, ദെൻ ഇവിടെ സിം ട്രേ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫോണിൽ ഓവറോൾ കാണാൻ സാധിക്കുന്നത്. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ഓപ്ഷനിലേക്ക് നമുക്കൊന്ന് വരാം. ഓവറോൾ ഡിസ്പ്ലേയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ നമ്മൾ വിവോ V50 Pro ചെയ്ത സമയത്ത് നമ്മൾ പറയുകയുണ്ടായി ക്യാമറ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ക്യാമറ എന്ന് പറയുന്ന പോർഷനെ കൂടെ മാറ്റി നിർത്തി ഡിസ്പ്ലേക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ് കാണുന്നത് കേട്ടോ. സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഏരിയ മാത്രമാണ്. ഡിസൈന് വലിയൊരു പെർഫെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആസ് എ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും യൂട്യൂബ് വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമിംഗ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ഷേ ഇതിൻ്റെ ഡിസൈനിങ് വൈസ് ഡിസ്പ്ലേ വൈസ് നല്ലതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ വിവോ V50 പ്രോയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെറിയൊരു ബ്രൈറ്റ്നെസ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഓവറോൾ ചെറിയൊരു കുറവ് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ നമ്മൾ വിവോ V50 പ്രോയും ഓപ്പോ F11 പ്രോയും നമ്മൾ കമ്പാരിസൺ നമ്മൾ പരിശോധിക്കുമ്പോഴേ നമുക്ക് പൂർണ്ണമായിട്ടും അത് മനസ്സിലാകുകയും ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്ലേയിൽ കാണുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഓപ്പോ F11 പ്രോയിൽ കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത് പരിശോധിക്കേണ്ടത് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമുക്ക് എബൌട്ട് ദ ഫോണിലേക്ക് ഒന്ന് പോയി കളയാം. എബൌട്ട് ദ ഫോണിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ഓപ്പോ F11 പ്രോ മോഡൽ കളർ OS 6 ആണ് ഇതിൻ്റെ വേർഷൻ. ആൻഡ്രോയിഡ് 9 ആണ്. ഒക്ടാകോർ ഹീലിയം പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 6 GB ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. സ്റ്റോറേജ് GB. ഇപ്പോൾ ഡിവൈസ് സത്യം പറഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഈ UC ബ്രൗസർ അതേപോലെയുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് നിങ്ങൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വന്നിരുന്നത് 64 GB ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇനി അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് 43 GB ആണ് സ്പേസ്. ദെൻ ആൻഡ്രോയിഡിൻ്റെ സെക്യൂരിറ്റി പാച്ച് ഫെബ്രുവരിയിലാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാച്ചൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഫോണിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം തന്നെയാണ്. 6 GB ആണ് ഇതിൻ്റെ റാം ആയിട്ട് വരികയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സായ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ബാക്കിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ഒരു പക്ഷേ ഓപ്പോയും വിവോയും ചേട്ടനിയൻ മക്കളാണോ എന്നറിയില്ല, അവർ ഇറക്കുന്ന ഫോണുകൾക്ക് എപ്പോഴും ഒരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. വിവോ V50 പ്രോയിൽ ഫിംഗർ പ്രിൻറ്റ് വന്നിരുന്നത് ഡിസ്പ്ലേയിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ
ബാക്ക് സൈഡിലായിട്ടാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വരുന്നത് ഡിസ്പ്ലേയിലാണോ ബാക്കിലാണോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രയോജനകരമാവുകയും ചെയ്യുമല്ലോ. ഓക്കെ, ഇനി നമുക്ക് പരിശോധിക്കേണ്ട കാര്യം ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. നമുക്കൊന്ന് റൈറ്റിലേക്കൊന്ന് വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ്. കലണ്ടർ നമുക്ക് കാണാൻ സാധിക്കും, ക്വിക്ക് ഫങ്ഷൻസ്, ഇവൻറ്റ്, സ്റ്റെപ്പ് ട്രാക്കർ, നമ്മൾ എത്ര നേരം നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിലൂടെ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സ്മാർട്ട് അസിസ്റ്റൻസ് എന്നാണ് അതിന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അത് വളരെ ഈസി ആയിട്ട് മേ ബി ഒരു പെട്ടെന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് എന്താണ് നമുക്കറിയാനായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ട വേറെ ഒരു ഫീച്ചേഴ്സ് കൂടെ ഞാൻ ഇതിനകത്ത് എടുത്ത് പറയാം കേട്ടോ. ഇപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഫീച്ചേഴ്സ് എല്ലാ മൊബൈൽ ഫോണുകളിലും വരുന്നുണ്ട്. നമ്മൾ വിവോ V50 Pro ചെയ്ത സമയത്ത് ആ ഒരു ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ OPPO F11ലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബട്ടൺ കണ്ടോ, താഴെ കാണുന്ന ബട്ടണിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്പ്ലിറ്റ് വിൻഡോ ആയിട്ട് വരികയും ചെയ്യുന്നതാണ്. അതായത് ഇനി ഏത് ആപ്ലിക്കേഷൻ എടുത്താലും ഒരുപക്ഷെ ഇതൊക്കെ നമുക്ക് കൂടുതലും യൂസ്ഫുൾ ആവുന്ന, അതായത് ഈ ഒരു ഫംഗ്ഷനാലിറ്റീനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം നമ്മളൊരു പക്ഷേ ഏതെങ്കിലും ഒരു ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാട്സപ്പ് ചെയ്ത സമയത്തോ നമുക്ക് പെട്ടെന്ന് മറ്റൊരു ആപ്ലിക്കേഷനും കൂടെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ഈ കാണുന്ന ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷനിലേക്ക് ആവുകയും ചെയ്യും. നമുക്കിത് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു രീതി കൂടെ പരിശോധിക്കാൻ പറ്റും. 3 ഫിംഗർ വെച്ച് നമുക്കൊന്ന് വൈപ്പ് ചെയ്യാം. വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീനായിട്ട് വരികയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പരിശോധിക്കേണ്ട കാര്യം, ഇത് ഞാൻ നേരത്തെ പറയാം, ഈ ഒരു പോർഷൻസൊക്കെ എപ്പോഴും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മൊബൈൽ ഫോണിലും ഒരു ക്യാമറ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പോപ്പപ്പ് ക്യാമറയാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ക്യാമറ എടുക്കുകയാണ്. വിവോ V50 Proയ്ക്ക് സൈഡിലാണെന്ന് OPPO F11 സെൻട്രൽ നിന്നിട്ടാണ് ഇത് പോപ്പപ്പ് ആയിട്ട് വരികയും ചെയ്യുന്നത്. കേട്ടോ, കാണാൻ സാധിക്കും മൊബൈൽ ക്യാമറ പോപ്പപ്പ് ആയിട്ട് വരുന്നത്. പക്ഷേ ഞാനന്ന് ഡിസ്കസ് ചെയ്യേണ്ടായി ഈ ഒരു ഓപ്ഷൻസ് നമ്മളുടെ ഈ ഡെസ്റ്റിനോ അല്ലെങ്കിൽ നമ്മളുടെ ഈ കാലാവസ്ഥയ്ക്കോ ഇത് എത്രമാത്രം ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ മൊബൈൽ ഫോണുകൾ യൂസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയും ചെയ്യുന്നുള്ളൂ. കാരണം ഡസ്റ്റ് നിരന്തരം ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരുപക്ഷെ ഈ ഒരു ക്യാമറയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള ഈ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയ്ക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ കൂടുതലായിരിക്കും. അതൊരുപക്ഷെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് പറയാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും ഈ OPPO F11ൻ്റെ ഒരു ക്യാമറ എന്നുള്ള ഫോട്ടോക്ക് ക്വാളിറ്റി ഉണ്ട്, പക്ഷേ സാച്ചുറേഷൻസ് ഒക്കെ ചില സമയത്ത് കൂടുതലാണോ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വീഡിയോ മോഡ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1080p നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയാണ്. ഇനി അതിൽ തന്നെ ടൈം ലാപ്സ്, പനോരമിക് അത്രയും ഫീച്ചേഴ്സിൽ തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഈ ഒരു ഫോൺ സഹായിക്കുന്നതാണ്. ഇനി ബാക്ക് ക്യാമറയിലേക്ക് വരുമ്പോൾ 3 ക്യാമറകളാണ് ഇതിലുള്ളത്. ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണുള്ളത്. പോർട്രേറ്റ് മോഡിലാണെന്നുണ്ടെങ്കിലും നല്ലൊരു ഫീല് തന്നെയാണ് ഈ ഫോട്ടോസിനൊക്കെ വരികയും ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ വിവോ V50 Proയ്ക്ക് ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൗസിൻ്റെ ഫോട്ടോയാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ മൗസ് ഏതാണ് എന്ന് ഡിറ്റക്ട് ചെയ്യുമായിരുന്നു. ബട്ട് ഇതിൽ അങ്ങനത്തെ ഒരു ഫീച്ചേഴ്സ് കാണുന്നില്ല. ഒരുപക്ഷെ നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ വളരെ കൂടി വരുന്നത് കൊണ്ട് പക്ഷേ ആ ഒരു ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയായിരുന്നെങ്കിൽ നല്ല ഒരു കാര്യമായിരുന്നു. 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൂക്ക് ചാർജിങ് 3 ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഒരു സാധാരണ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോൺ നമുക്ക് എങ്ങനെ ഉപകാരപ്രദമാകും എന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നന്നായിരിക്കും. നമുക്ക് വിവോ V50 Proയും OPPO F11 തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്താലാണ് കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുള്ളൂ. ഓവറോൾ ഞാനിതിൻ്റെ ഡിസൈൻ വൈസിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഡിസ്പ്ലേ വിവോ V50 Proയുടെ അത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഒരുപക്ഷെ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തേണ്ടിയിരുന്നു. ക്യാമറ ഫോട്ടോസ് വളരെ പെർഫെക്റ്റ് ആണ്. ഫ്രണ്ട് ക്യാമറയിലാണെന്നുണ്ടെങ്കിലും ബാക്ക് ക്യാമറയിലാണെങ്കിലും ഫോട്ടോസ് സെഷൻസ് വളരെ പെർഫെക്റ്റ് ആണ്. ആ പോപ്പപ്പ് ക്യാമറയുടെ ഒരു പ്രശ്നം ഞാൻ അന്നും പറയുകയുണ്ടായി. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പോപ്പപ്പ് ക്യാമറകൾ നമ്മുടെ ക്ലൈമറ്റിന് എത്രമാത്രം പറ്റുമെന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
വാട്ടർ പ്രൂഫ് അല്ല ഈ ഒരു ക്യാമറ. പിന്നെ നമുക്കൊരു പോരായ്മ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി നമുക്ക് ഒരു പോരായ്മയായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു LED ഫ്ലാഷിൻ്റെ ഒരു പോരായ്മ ഉണ്ടോയെന്ന് അറിയില്ല. കാരണം ഒരുപക്ഷെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ ഒരു ബ്രൈറ്റ് ലൈറ്റ് വരുന്നതുകൊണ്ട് മേ ബി അതിൻ്റെ ആവശ്യകത ഇല്ലായിരുന്നു. ബട്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു LED ഫ്ലാഷും അവൈലബിൾ ആണ്. 2 ദിവസമായിട്ട് ഈ ഫോൺ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് അറിയാൻ സാധിച്ചത് ഇത് ഹീറ്റ് ആകുന്നതായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും എനിക്ക് അറിയാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ ബാറ്ററിക്കും നല്ല ഒരു ലൈഫ് തന്നെ എനിക്ക് കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ ചാർജിലിട്ടാണ് ഇൻ്റർനെറ്റൊക്കെ ഒരുപാട് നേരം ഉപയോഗിച്ചു. പക്ഷേ ഇതുവരെ അതിൻ്റെ ചാർജിങ്ങിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. എന്തായാലും OPPO F11 Pro ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. 1-2 കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അതിന് എന്തായിരുന്നു നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഒരു OPPO F11 വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ മൊബൈൽ ഫോൺ തന്നത് ഓക്സിജൻ ആണ്. ഓക്സിജനിൽ ഒരുപാട് സർവീസുകൾ അവൈലബിൾ ആണ്, ഒരുപാട് പ്രൊഡക്റ്റുകളുമുണ്ട്. സ്മാർട്ട് TVs ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ കമ്പനികളുടെയും മൊബൈൽ ഫോണുകൾ അവൈലബിൾ ആണ്. നമ്മുടെ സുഹൃത്തുക്കൾ എന്തായാലും ഓക്സിജനിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടോ? വളരെ സന്തോഷം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.